ഹലോ എവ്രിവൺ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നും ഒരു വ്ളോഗാണ്. ഇന്ന് ഇത്തിരി ബിസി ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പോൾ രാവിലെ തന്നെ ചായയൊക്കെ ഇട്ട് ഫാസ്റ്റായിട്ട് തന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കിയെടുത്തത്. മോൻ്റെ സ്കൂളിൽ നിന്ന് പോകണം. അവന് സ്കൂളിൽ മെഷർമെൻറ്റും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് പോയിട്ട് അടുപ്പൊക്കെ ക്ലീൻ ചെയ്യുകയാണ്. അരി അടുപ്പിലിടാനായിട്ട് അവിടെ ഇരിക്കുന്ന പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് പോയി കഴുകാനായിട്ട് കൊണ്ടുപോയിട്ട് അവിടെ ചാമ്പലൊക്കെ വാരി അവിടെ ഒന്ന് തുടയ്ക്കും. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ തൂത്ത് കളഞ്ഞിട്ട് ഒന്ന് തുടച്ചൊക്കെ എടുക്കും. അപ്പോൾ ആ വക പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ കഴുകിയെടുക്കണം. അപ്പോൾ സ്പീഡിന് ചെയ്യുകയാണ്. കാരണം അവർ ഓരോ കുട്ടികൾക്കും ഓരോ ടൈം വെച്ചിട്ടാണ് തരുന്നത്. അപ്പോൾ ലേറ്റാവാതെ പോകണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫാസ്റ്റായിട്ട് ചെയ്യുവാണ്. പാത്രങ്ങളെല്ലാം കഴുകിയെടുക്കുകയാണ്. തലേന്നത്തെ കറിയും ചോറും ഒക്കെ ഇരുന്ന കലം അതൊക്കെ പിറ്റേ ദിവസമാണ് ഞാൻ കഴുകുന്നത്. ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ അന്ന് തന്നെ കഴുകി വയ്ക്കും. അതിൻ്റെ ഇടയിൽ പോകുന്നതിന് മുമ്പ് അരി വെള്ളത്തിയിട്ടിട്ട് വേണം പോകാനായിട്ട് ദോശയ്ക്ക്. ഇല്ലെങ്കിൽ രാവിലെ പിന്നെ പാടാണ്. ഇന്ന് 2-3 ദിവസം കൊണ്ട് ഇടിയപ്പവും പുട്ടും ചപ്പാത്തിയും അങ്ങനെയൊക്കെ ആയിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം പെട്ടെന്ന് തന്നെ ഞാൻ അതൊക്കെ ഒന്ന് കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഒന്ന് മീൻ കിട്ടിയില്ല. അങ്ങനെ അതും ചതിച്ചു. അപ്പോൾ വെജായിട്ടുള്ള സാധനങ്ങളാണ് വെക്കാനുള്ളത്. അതാണ് ഒരുപാട് പണിയുണ്ട് അതിനകത്ത്. മറ്റേതാണെങ്കിൽ മീൻ കറി എന്തെങ്കിലും തോരനോ മീൻ പൊരിച്ചതോ ആക്കിയിട്ട് പോകുമായിരുന്നു. അപ്പോൾ ഈ സമയമില്ലാത്തതിൻ്റെ ഇടയിൽ അപ്പോൾ അതൊരു പണി കിട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ വേഗം സാമ്പാറും തോരനും മീൻ പൊരിച്ചതല്ല പപ്പടം പൊരിച്ചതും ഇതിൻ്റെ കൂടെ ഉണക്ക മീനുണ്ട്. അപ്പോൾ അത് വറുത്തതും ഒക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ ആകുമ്പോഴത്തേക്ക് അങ്ങ് പോകുമല്ലോ. എന്നാലും ഇവിടെ ഉമ്മാക്ക് മീനില്ലാതെ പറ്റത്തില്ല. എന്നാലും സാമ്പാറും തോരനും ചമ്മന്തിയും പപ്പടവും ഉണക്ക മീൻ വറുത്തതും ഒക്കെ ആയിട്ട് അങ്ങ് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഫുള്ളായിട്ട് എല്ലാം കുക്ക് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൽ കാണിക്കുന്നില്ല. ടൈം ഭയങ്കര കുറവാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ മോൻ്റെ കാര്യമൊക്കെ നോക്കണം. അവനെ റെഡിയാക്കി കൊണ്ടുപോകണതാണ് ഒരു വലിയ പണി. അപ്പോൾ അവന് ഫുഡൊക്കെ കൊടുത്തിട്ട് കൊണ്ടുപോകണം. അപ്പോൾ അതെല്ലാം പരിപാടികളൊക്കെ കഴിഞ്ഞ് അങ്ങനെ റെഡിയായി പോകാനായിട്ട് ഇറങ്ങി. അപ്പോൾ ഞാൻ കയറി കയറാൻ പോവാണ്. പുറകെ നിന്ന് ഒരാൾ ഓടി വരുന്നുണ്ട്. അങ്ങനെ അവനെയും കൊണ്ട് റെഡിയാക്കി കൊണ്ട് പോവാണ്. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷമാണ് ഇപ്പോൾ സ്കൂളിലോട്ട് പോണത്. ആൾ കണ്ടിന്യൂസ് ആയിട്ട് ടി വിയൊക്കെ കണ്ട് ഇതായിട്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ പോയിട്ടൊക്കെ വന്നു. വൈകിട്ടാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. വൈകിട്ട് ചായയോടെ അവിൽ പെരകിയതെടുക്കാമെന്ന് വിചാരിച്ചു. ഒരു നല്ല ഈവനിങ്ങിന് നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു നല്ല ഒരു ഫുഡാണ് ഇത്, അവിൽ പെരകിയത്. അത് പലരും പല രീതിയിലാണ് വയ്ക്കുന്നത്. ഞാൻ ഇപ്പോൾ ഇതിനകത്ത് കൂടുതലായിട്ടൊന്നും ചേർക്കുന്നില്ല. അവിലും ഇത്തിരി തേങ്ങയും ശർക്കരയും മാത്രമേ ഇടുന്നുള്ളൂ. ചിലർ കൊച്ചുള്ളി ഇടും, ചിലർ പഴം ഇടുന്നവരുണ്ട്. അങ്ങനെ പല ഇത് ഒക്കെ ഇടും. നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് കഴിക്കാൻ എങ്ങനെയാണോ അത് വെച്ചിട്ട് അങ്ങനെ ചെയ്യാം. ഇക്കാക്ക് ഇങ്ങനെ കഴിക്കാനാണ് ഇഷ്ടം എന്നുള്ളതുകൊണ്ട് അങ്ങനെ ആക്കി എടുക്കുന്നേ ഉള്ളൂ. പെട്ടെന്ന് ആക്കാൻ പറ്റിയത്. പോയിട്ടൊക്കെ വന്നപ്പോൾ ആകെ ടയേർഡായതുകൊണ്ട് പിന്നെ വേറെ പരിപാടിക്കൊന്നും നിന്നില്ല. ഇക്കാക്ക് പിന്നെ അവിൽ ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ അത് തന്നെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിലെല്ലാം പെരകിയെടുത്ത് അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ അത്രയേ ഉള്ളൂ. ബൈ.